ഇത്തിരി പ്രശ്നങ്ങളുണ്ട്, ജീവിതമല്ലേ. പിന്നെ പൊതുരംഗം, നമ്മളുടെ വീട്, കുടുംബം എല്ലാം ഇത്തിരി പ്രശ്നത്തിലാണ്. പിന്നെ പ്രളയവും കോവിഡും ഒക്കെ വന്ന് ഭാര്യയ്ക്ക് സുഖമില്ലാണ്ടായി. അങ്ങനെ ഒരു വലിയ ബാധ്യതയിലേക്ക് പോയി. ഇപ്പോൾ ഉണ്ടായിരുന്ന ഒരു 10 സെൻറ്റ് ഭൂമിയും വീടും ഒക്കെ വിറ്റിപ്പം വാടകയ്ക്കാണ് താമസിക്കുന്നത്. ഒരു ചായ കുടിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അതിന് പോലും ബുദ്ധിമുട്ടില്ല. ഒരു വണ്ടിക്കൂലിക്ക് പൈസ ഇല്ലാതെ വളരെ വിഷമിച്ചിരിക്കുന്ന ഒരു ബാബു ദിവാകരനെ കുറിച്ച് ഞാൻ അറിഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ സ്റ്റോറി ചെയ്യുന്നത്. രാഷ്ട്രീയം ഒരു വരുമാന മാർഗ്ഗമായി കാണരുത്, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത്. എന്നെ ഒരു ഉത്തരവാദിത്വത്തോടെ ഒരു ജോലി ഏൽപ്പിച്ചാൽ ചെയ്യും എന്നുള്ള അനുഭവം പാർട്ടിക്ക് മുന്നാകെ ഉള്ളതുകൊണ്ട് അവരുടെ വിളിക്കായി കാത്തിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിയുടെ എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഒരു അപ്പോയിൻമെൻറ്റ് എനിക്ക് 2010 കിട്ടിയതാണ്. ആകെയുള്ളൊരു സമ്പാദ്യം ബാബു ദിവാകരനെ അറിയാമെന്ന് അടുക്കാരോട് പറഞ്ഞാൽ അവർ നെഗറ്റീവ് പറയില്ല എന്നുള്ള ആ ഒരു സന്തോഷമാണ് എന്നെ മുന്നോട്ട് നടത്തുന്നത്. കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മുനിസിപ്പൽ ചെയർമാനായിരുന്നു ഞാൻ. നിനക്കൊരവസരം വരും എന്നാണ് എല്ലാവരും പറയാറുള്ളത്. ആ അവസരം എനിക്ക് തോന്നുന്നു 2026 അടൂരിൽ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സത്യം പറഞ്ഞാൽ ഭാര്യയുടെ ചികിത്സയ്ക്ക് മാസം നല്ലൊരു തുക വേണ്ടി വരും. പിന്നെ മകൻ്റെ പഠിത്തം ഇതൊക്കെയായി നല്ലൊരു ഞെരുക്കത്തിലാണ്. ഇപ്പം നിലവിൽ വരുമാനം ഒന്നും ഇല്ലാന്ന് തന്നെ പറയാം. നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് അടൂരിലാണ്. കലാകാരനും പൊതുപ്രവർത്തകനുമായ ഒരാളുടെ വിശേഷങ്ങളുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഇദ്ദേഹം ഒരു കാലത്ത് അടൂർ നഗരസഭയുടെ ചെയർമാനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പിന്നീട് എന്താണ് സംഭവിച്ചത് അദ്ദേഹം തന്നെ പറയട്ടെ. നമസ്കാരം ചേട്ടാ. നമസ്കാരം. ഇതാണ് ഞാൻ പറഞ്ഞ അടൂർ നഗരസഭയുടെ മുൻ ചെയർമാനായിട്ടിരുന്ന ശ്രീ ബാബു ദിവാകരൻ. ബാബു ചേട്ടാ, ആകപ്പാട് മൂഡ് ഓഫിലാണല്ലോ, എന്നാ പറ്റിയത്? ഇത്തിരി പ്രശ്നങ്ങളുണ്ട്, ജീവിതമല്ലേ. പിന്നെ പൊതുരംഗം, നമ്മളുടെ വീട്, കുടുംബം എല്ലാം ഇത്തിരി പ്രശ്നത്തിലാണ്. ഇത് കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് പത്രത്തിൽ ഞാനൊരു വാർത്ത കണ്ടു. പലഹാരങ്ങൾ ഉണ്ടാക്കി വെക്കുകയാണ്, ജീവിക്കാൻ മറ്റൊരു മാർഗ്ഗമില്ലാത്തൊരവസ്ഥയിലേക്ക് പോകുന്നു, ഭാര്യയ്ക്ക് സുഖമില്ല. പൊതുരംഗത്ത് നിന്ന് പെട്ടെന്നൊന്ന് പിന്മാറിയോ? എന്താണ് അതിപ്പോൾ ഞാൻ ഒരു മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകനാകുന്നതിന് മുമ്പ് തന്നെ എനിക്കൊരു സ്വയം തൊഴിലൊക്കെ ഉണ്ടായിരുന്നു. എനിക്കൊരു അഡ്വർടൈസ്മെൻറ്റ് കമ്പനി ഉണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു ഞാൻ ജീവിച്ചു വന്നത്. അങ്ങനെ യാദൃശ്ചികമായിട്ടാണ് മുനിസിപ്പൽ ചെയർമാൻ ആകുന്നത്. അതിനുശേഷം യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡൻ്റ് ആകുന്നത്. അത് കഴിഞ്ഞിട്ട് തുടങ്ങിയ ജീവിതത്തിന് വേണ്ടി, ഉപജീവനത്തിന് വേണ്ടി തുടങ്ങിയ മാർഗ്ഗങ്ങളായിരുന്നു അങ്ങനെ പലഹാരങ്ങൾ ഉണ്ടാക്കുന്നതും മറ്റു കാര്യങ്ങളൊക്കെ. പക്ഷെ അതൊക്കെ നമ്മൾ ഒരു ബാങ്കിൽ നിന്ന് വായ്പകളൊക്കെ എടുത്ത് ആ സംരംഭത്തിലേക്ക് പൈസ എറിഞ്ഞത് പിന്നെ പ്രളയവും കോവിഡും ഒക്കെ വന്ന് ഭാര്യയ്ക്ക് സുഖമില്ലാണ്ടായി. അങ്ങനെ ഒരു വലിയ ബാധ്യതയിലേക്ക് പോയി. ഇപ്പോൾ ഉണ്ടായിരുന്ന ഒരു 10 സെൻറ്റ് ഭൂമിയും വീടും ഒക്കെ വിറ്റിപ്പം വാടകയ്ക്കാണ് താമസിക്കുന്നത്. പൊതുരംഗത്തുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നിയമസഭയുടെ മുന്നിൽ വളരെ ക്രൂരമായി മർദ്ദനത്തിനിരയാകുന്ന ഒരു ബാബു ദിവാകരനെ എൻ്റെ മാധ്യമ ജീവിതത്തിൽ എനിക്ക് ഓർമ്മയുണ്ട്. അതൊന്ന് ഓർത്തെടുക്കാമോ? അത് മതമില്ലാത്ത ജീവൻ MA ബേബിയുടെ അതെ ഭരണപരിഷ്കാരത്തിനെതിരെയുള്ള സമരമായിരുന്നു. ഇന്നത്തെ DGP രമണ ചന്ദ്രശേഖർ ആയിരുന്നു അന്ന് സിറ്റി പോലീസ് കമ്മീഷണർ. നല്ല തല്ലു വാങ്ങിച്ചു. ഇപ്പോഴും അതിൻ്റെ ശാരീരിക ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. പിന്നെ മുമ്പേ പറഞ്ഞ ഞാനിപ്പോഴും പൊതുജനങ്ങളുടെ വിഷയത്തിൽ, സാധാരണക്കാരുടെ വിഷയത്തിൽ, ആളുകളുടെ വിഷയത്തിൽ സജീവമായി തന്നെ ഉണ്ട്. പിന്നെ ചില ജീവിത സാഹചര്യങ്ങളും നമ്മൾ പൊതുജീവിതത്തിൽ കാത്തു സൂക്ഷിക്കുന്ന ചില നന്മകൾ, ചില കാഴ്ചപ്പാടുകളൊക്കെ കാരണം കുറച്ച് ഇടക്കാലത്തൊന്ന് പുറമോട്ട് നിന്നിട്ടുണ്ട്. ഇപ്പോഴും വീണ്ടും സജീവമായിട്ടുണ്ട്. അന്നും ഇന്നും ജനങ്ങൾക്കിടയിലുണ്ട് ഞാൻ. സാമ്പത്തികമായ അവസ്ഥ എങ്ങനെയാണ്? സാമ്പത്തികം ഇപ്പം സത്യം പറഞ്ഞാൽ ഭാര്യയുടെ ചികിത്സയ്ക്ക് മാസം നല്ലൊരു തുക വേണ്ടി വരും. പിന്നെ മകൻ്റെ പഠിത്തം ഇതൊക്കെയായി നല്ലൊരു ഞെരുക്കത്തിലാണ്. ഇപ്പം നിലവിൽ വരുമാനം ഒന്നും ഇല്ലാന്ന് തന്നെ പറയാം. ഇനി എന്തെങ്കിലും ഒന്ന് ചെയ്യേണ്ടിയിരിക്കുന്നു. അതിനുള്ള ഒരു പ്ലാനിങ് ഒക്കെ നടക്കുന്നു. നമ്മുടെ ഇവിടെ നിങ്ങളുടെ ആ ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്ന രാഷ്ട്രീയ നേതാക്കളെ, അത് ഏത് പാർട്ടിയുടെ ആയാലും എടുത്തു നോക്കിയാൽ അവരൊക്കെ മിക്ക ആളുകളും MLA ആയിട്ടുണ്ട്, MP ആയിട്ടുണ്ട്, മന്ത്രിമാരായിട്ടുണ്ട്. നിങ്ങൾക്കൊപ്പം നടന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ശേഷം വന്ന പലരും നിയമസഭാ സാമാജികരായിട്ടുണ്ട്. അവരൊക്കെ ഇങ്ങനെ കയറിപ്പോകുമ്പോൾ എന്തുകൊണ്ടായിരിക്കും ബാബു ദിവാകരൻ ഇങ്ങനെ ഒതുങ്ങിപ്പോയത്? അല്ല, അതിപ്പം ഈ കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ഒരു കോൺഗ്രസിന് എന്നും അതിൻ്റേതായിട്ടുള്ള ഒരു രീതിയുണ്ട്, ഒരു ശൈലിയുണ്ട്. അപ്പം ഞാൻ ഈ കോൺഗ്രസ് പാർട്ടി തന്ന അവസരങ്ങളെല്ലാം വളരെ ക്രിയാത്മകമായും സത്യസന്ധമായും ആത്മാർത്ഥതയോടെയാണ് ചെയ്തിട്ടുള്ളത്.
പൊതുജനങ്ങൾക്ക് ആർക്കും അതിനെക്കുറിച്ച് ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. അപ്പം പിന്നീടുണ്ടാകുന്ന പൊളിറ്റിക്കൽ അപ്ഡേഷൻസ് അല്ലെങ്കിൽ വലിയ പുരോഗതിയിലേക്കൊക്കെ പാർട്ടി എന്തെങ്കിലും നമ്മളെ വിളിക്കും, കൈപിടിക്കും എന്ന് കരുതിയിരിക്കും. പക്ഷേ അതൊന്നും അല്ല നമ്മുടെ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ ശൈലി. അതൊന്നും അല്ല എന്ന് മനസ്സിലാക്കുന്നൊരു സമയമാണ്. എന്നാലും നാളുകളിൽ പാർട്ടി ഒരു അവസരം വന്നാൽ എന്നെ ഒരു ഉത്തരവാദിത്വത്തോടെ ഒരു ജോലി ഏൽപ്പിച്ചാൽ ചെയ്യും എന്നുള്ള അനുഭവം പാർട്ടിക്ക് മുന്നാകെ ഉള്ളതുകൊണ്ട് അവരുടെ വിളിക്കായി കാത്തിരിക്കുകയാണ്. ഈ കയ്യിൽ സാമ്പത്തികമില്ലാതായാൽ ഒരാളും കൂട്ടിനുണ്ടാവില്ല എന്നുള്ളത് തിരിച്ചറിഞ്ഞു തുടങ്ങിയോ? തീർച്ചയായിട്ടും അത് സാമ്പത്തികമാണല്ലോ എല്ലാത്തിൻ്റെയും. ഇപ്പോൾ നമ്മളൊരു പൊതുപ്രവർത്തകനായാൽ പോലും രാവിലെ നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മുടെ ഷർട്ടും മുണ്ടും നല്ല വൃത്തിയുള്ളതായിരിക്കണം. പിന്നെ ആളുകളോട് നന്നായി ചിരിക്കുകയും അവരെ കേൾക്കുകയും അവരോട് ഇടപെട്ട് നിൽക്കണമെങ്കിൽ നമുക്കൊരു വരുമാനവും വീട്ടിലെ സ്ഥിതിയും എല്ലാം ഒന്ന് റെഡിയാണെങ്കിൽ മാത്രമേ നമുക്ക് നിറഞ്ഞ മനസ്സോടെ നല്ല ചിരിയോടുകൂടി അവരോട് നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനുള്ള ഒരു അടിത്തറ ഉണ്ടാക്കണം ഓരോ പൊതുപ്രവർത്തകനും, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത്. ഈ രാഷ്ട്രീയം ഒരു തൊഴിലായിട്ട് സ്വീകരിക്കുന്നത് ശരിയാണോ? ഒരിക്കലും അത് പാടില്ല. അത് നമ്മൾ ഇപ്പോൾ പുതിയ തലമുറ അതിനെക്കുറിച്ച് നന്നായിട്ട് പഠിച്ചിരിക്കുന്നു. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ നമ്മുടെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാഹുൽ മാങ്കൂട്ടം അങ്ങനെയൊക്കെയുള്ള ചെറുപ്പക്കാർ അവരൊക്കെ ഈ ഒരു തൊഴിൽ മേഖല കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. വരുമാനത്തിന് അത് വേണം താനും, ഇല്ലെങ്കിൽ നമ്മൾ ഒരുപാട് വിഷമിക്കേണ്ടി വരും. രാഷ്ട്രീയം ഒരു വരുമാന മാർഗ്ഗമായി കാണരുത്, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത്. ഈ ജാതീയപരമായൊരു വേർതിരിവ് ഈ രാഷ്ട്രീയത്തിലുണ്ടോ? സത്യമായിട്ട് തുറന്ന് പറയണം. എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു വേർതിരിവ് എനിക്കിതുവരെ അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. നമ്മൾ ഈ സംവരണവും അങ്ങനെയൊക്കെ ഉണ്ട്, നമ്മൾ ജാതി മതമൊക്കെ എല്ലാവരുടെയും മനസ്സിലൊക്കെ കാണും. പക്ഷേ നമ്മളായിട്ടിരിക്കുകയും നമ്മളെ ഏൽപ്പിക്കുന്ന ജോലി അല്ല നമ്മൾ ഏറ്റെടുക്കുന്ന ജോലിയിൽ ഒരു കൃത്യനിഷ്ഠയും ഒരു ഉത്തരവാദിത്വവും ഒരു സത്യസന്ധതയും ഒരു സ്നേഹവും കരുതലും ഒക്കെ ആയിട്ട് പോയാൽ നമ്മളെ ആരും മാറ്റി നിർത്തത്തില്ല, നമ്മളായി തന്നെ കാണും എന്നുള്ളതാണ് എൻ്റെ അനുഭവം. ഈ ബാബു ദിവാകരൻ വെറും ഒരു രാഷ്ട്രീയക്കാരനായിരുന്നില്ല, കലാകാരനായിരുന്നു. അതെ, തീർച്ചയായും. ഹാർമോണിയം വായിക്കും, കഥാപ്രസംഗം അവതരിപ്പിക്കും, ഡബ്ബിംഗ് ജോലികൾ, പ്രത്യേകിച്ച് ഈ ഇലക്ഷൻ ആകുമ്പോൾ ഈ അടൂരിൻ്റെ മേഖലകളിലൊക്കെ മുഴങ്ങി കേൾക്കുന്ന അനൗൺസ്മെന്റ് ശബ്ദം. ഇന്നലെ കൂടി ഉണ്ടായിരുന്നു ഡബ്ബിംഗ് പാർട്ടിക്ക് വേണ്ടി. ആണല്ലേ? അതിപ്പോഴും നിർത്തിയിട്ടില്ല. ഇല്ല. ഈ സാമ്പത്തികമായിട്ട് സഹായങ്ങളൊന്നും കിട്ടിയില്ലെങ്കിൽ ഇതിന് ഓടി ഇറങ്ങും. പാർട്ടിക്ക് വേണ്ടി ചെയ്യുമ്പോൾ അതിന് ഒന്നും കിട്ടത്തുമില്ല, അത് ഞാൻ ചോദിക്കത്തുമില്ല. കാരണം എന്നെ ഇന്നത്തെ ബാബു ദിവാകരനാക്കിയതിൽ കോൺഗ്രസ് പാർട്ടിക്ക് ഒരു വലിയ പങ്കുണ്ടല്ലോ. അപ്പോൾ അത് എനിക്ക് തീരാത്ത കടപ്പാടാണ് പാർട്ടിയുടെ എന്നും ഉള്ളത്. കലാകാരനായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ അറിയപ്പെടാൻ ആഗ്രഹിച്ചത്. അഭിനയവും ഇൻസ്ട്രുമെൻ്റൽ പ്ലേയും എല്ലാം റീൽസുകളിലൊക്കെ ഭയങ്കര വൈറലാണ്. അതെ. അഭിനയിക്കാൻ ഒരു ചാൻസ് എവിടെന്നെങ്കിലും കിട്ടുമോ എന്നുള്ളൊരു പ്രതീക്ഷയാണ് ഞാൻ ഇപ്പോൾ ഇരിക്കുന്നത്. ശരിക്കും നഗരസഭാ ചെയർമാനായിരുന്ന കാലഘട്ടത്തിൽ സിനിമയുടെ വഴി ഒന്ന് നോക്കിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നടക്കുമായിരുന്നു. തീർച്ചയായിട്ടും അന്ന് കാറിൽ ചെല്ലുമ്പോൾ ഒരു സീറ്റ് കിട്ടിയെന്നെ. പക്ഷേ അന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉത്തരവാദിത്വം, ഭാരിച്ച ഉത്തരവാദിത്വമല്ലേ, അത് കൃത്യമായി നിറവേറ്റിയതിൻ്റെ ഒരു ഇമേജിലാണ് ഞാൻ ഇന്ന് അടൂർ പട്ടണത്തിലൂടെ നിവർന്ന് നടക്കുന്നത്. ബാബു ദിവാകരൻ അടൂരിൽ ചെയർമാനായിട്ട് വരുമ്പോൾ എങ്ങനെയായിരുന്നു അടൂർ? ആ കാലഘട്ടത്തിന് പടി ഇറങ്ങുമ്പോൾ എന്താക്കി മാറ്റിയിട്ടാണ് ഇറങ്ങിയത്? ഞാൻ വരുമ്പോൾ അതൊരു പട്ടിണി നഗരസഭയാണ്, 3ാം ഗ്രേഡ് നഗരസഭ. ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൊടുക്കാൻ സിനിമാ തിയേറ്ററുകളുടെ കയ്യിൽ നിന്ന് അഡ്വാൻസ് വാങ്ങിക്കേണ്ട അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. നഗരസഭയ്ക്ക് ആ സ്ഥലം നിൽക്കുന്ന 9 സെൻറ്റ് ഭൂമിയല്ലാതെ വികസന പ്രവർത്തനങ്ങൾക്ക് ഒട്ടും സ്ഥലമില്ലാത്തൊരവസ്ഥയായിരുന്നു. ഞങ്ങളുടെ ആ 5 കൊല്ലം 2005 ഇപ്പം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, സ്റ്റേഡിയം, മറ്റ് ശ്മശാനം, അങ്ങനെ ഒട്ടേറെ സ്ഥലങ്ങൾ, ഏക്കർ കണക്കിന് സ്ഥലങ്ങൾ വളരെ തുച്ഛമായ നിരക്കിൽ ഒരു അഴിമതിയുടെയോ മറ്റ് ഒരു പേരുദോഷവും കേൾപ്പിക്കാതെ വാങ്ങിച്ചു കൂട്ടിയത് മൂലം ഇപ്പോൾ അവിടെ എല്ലാം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. അതിൻ്റെയൊക്കെ വാല്യൂ ഇപ്പോൾ കോടികളാണ്. ശരിക്കും ഇതുവരെയും അഴിമതി ആരോപണമൊന്നും വന്നിട്ടില്ല അല്ലേ? ഒരു 10 പൈസയുടെ ആരോപണം ഇതുവരെ 10-25 വർഷമാകുന്നു. അത്യാവശ്യം അഴിമതിയൊക്കെ കാണിക്കാറുണ്ട്, ഓടേണ്ടി വരത്തില്ല. ആകെയുള്ളൊരു സമ്പാദ്യം ഇപ്പോഴും നമ്മുടെ ഈ തളർച്ചയിലും അല്ലെങ്കിൽ എന്നെ മുന്നോട്ട് നടത്തിക്കുന്നത് ആ ഒരു പേര് മാത്രമാണ്, ബാബു ദിവാകരൻ എന്ന് പറഞ്ഞ്. നിങ്ങൾ മാധ്യമപ്രവർത്തകരോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു സുഹൃത്ത് എന്ന നിലയിൽ ബാബു ദിവാകരനെ അറിയാം എന്ന് അടൂർക്കാരോട് പറഞ്ഞാൽ അവർ നെഗറ്റീവ് പറയില്ല എന്നുള്ള ആ ഒരു സന്തോഷമാണ് എന്നെ മുന്നോട്ട് നടത്തുന്നത്. ശരിക്കും നഗരസഭാ ചെയർമാൻ്റെ ആ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ പിന്നീട് നമ്മൾ കേട്ടിരുന്നത് അടൂരിന് കരുത്തനായ ഒരു MLA ഉണ്ടാകാൻ പോകുന്നു, പേര് ബാബു ദിവാകരൻ. 2011 തൊട്ട് ഇങ്ങോട്ട് ഓരോ നിയമസഭാ ഇലക്ഷൻ വരുമ്പോഴും പേര് ആളുകൾ പറയും നമ്മുടെ ബാബു ആയിരിക്കും, നമ്മുടെ ബാബു ദിവാകരനായിരിക്കും. എന്തുകൊണ്ടാണ് പിന്നീട് രാഷ്ട്രീയത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് മാറ്റപ്പെട്ടത്? 2011 മുതൽ ഇങ്ങനെ എൻ്റെ പറഞ്ഞ ശരിയാണ്, എൻ്റെ പേരുകൾ കേൾക്കും. ഞാനങ്ങനെ അതിനൊരു
കിട്ടിയേ മതിയാകൂ, സീറ്റിന് വേണ്ടി അങ്ങനെ ഫൈറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനൊന്നും ഒരു ശ്രമം എൻ്റെ ഭാഗത്തുനിന്നും അങ്ങനെ ഒരു തീവ്രമായ ശ്രമമൊന്നും ഞാൻ നടത്താറില്ലായിരുന്നു. പാർട്ടി പരിഗണിക്കും എന്ന് വിചാരിച്ചു പോകും. പക്ഷേ എല്ലാ തവണയും മാറ്റി നിർത്തി. 2021 ശ്രീ എം ജി കണ്ണൻ, അദ്ദേഹം ഇപ്പോൾ നമ്മളോടൊപ്പം ഇല്ല. അത് ഏറ്റവും ദുഃഖകരമായൊരു വർത്തമാനമാണ് ഞാൻ പറയുമ്പോൾ. കാരണം എനിക്ക് എം ജി കണ്ണനെ 10-20 വർഷം കൊണ്ട് എൻ്റെ കൂടെ യൂത്ത് കോൺഗ്രസിൻ്റെ ബ്ലോക്ക് പ്രസിഡൻ്റായിരുന്നു. കണ്ണനും ഞാനോടാണ് 2021 സീറ്റിന് വേണ്ടി മത്സരിച്ചത്. കണ്ണന് സീറ്റ് കിട്ടി. പക്ഷേ ഞാൻ അന്നും കണ്ണനോട് ചേർന്ന് നിന്നു. മരണം അനൗൺസ്മെന്റും എല്ലാം ചെയ്യുമായിരുന്നു. കണ്ണൻ്റെ അതെ, തുച്ഛമായ വോട്ടിനാണ് കണ്ണൻ തോക്കുന്നത്. കണ്ണൻ്റെ മരണത്തിൻ്റെ അടുത്തുവരെയും അല്ലെ മരണത്തലേന്ന് വരെയും ഞങ്ങൾ തങ്ങളിൽ എന്നെക്കുറിച്ച് കണ്ണനോ ഞാൻ കണ്ണനെക്കുറിച്ചോ ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല എന്നുള്ളത് മാത്രമേ. ഒന്നും വന്നിട്ടില്ല. അത് അങ്ങനെ തീർച്ചയായിട്ടും. പിന്നെ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് കോൺഗ്രസ്സിലെ ഈ ഗ്രൂപ്പും സമവാക്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇത്തവണ കുറച്ച് പേര് കണ്ണനോടെ നിൽക്കുമ്പോൾ തന്നെ എന്നോടുകൂടി അടുത്ത തവണ ശ്രമിക്കണം എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ പിന്നെ പാർട്ടിയുടെ ഒരു നടപടി ചിട്ടവട്ടങ്ങൾ എന്നുള്ളതിനപ്പുറത്തല്ലാതെ എം ജി കണ്ണൻ തന്നെയായിരുന്നു അടുത്ത തവണയും സ്ഥാനാർത്ഥിയാകേണ്ടിയിരുന്ന ആൾ. പക്ഷേ അത് ദൈവം നമ്മൾ നിശ്ചയിക്കുന്നത് പോലെ അല്ലല്ലോ കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്നത്. ഇപ്പോൾ പക്ഷേ കണ്ണൻ്റെ മരണത്തിന് ശേഷം അവിടെ പാർട്ടിക്കാരുടെയിൽ, സാധാരണ പാർട്ടിക്കാരുടെയിൽ, നേതാക്കന്മാരുടെ ഇടയിലൊക്കെ ഒരു വർത്തമാനമുണ്ട്. ബാബുവിനൊരു അവസരം കൊടുക്കണമെന്നൊരു സംസാരമുണ്ട്. അതെത്രത്തോളം പാർട്ടി പരിഗണിക്കും. ഇത്തവണ എന്നെ പരിഗണിക്കും എന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. പക്ഷെ അങ്ങനെ പറയുമ്പോഴും സാമ്പത്തികമായി വളരെ വലിയ പ്രശ്നങ്ങളിലാണ് ബാബു ദിവാകരൻ. തെരഞ്ഞെടുപ്പിന് ഇന്ന് ഒരു ചായ കുടിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അതിന് പോലും പണമില്ല, ഒരു വണ്ടിക്കൂലിക്ക് പൈസ ഇല്ലാതെ വളരെ വിഷമിച്ചിരിക്കുന്ന ഒരു ബാബു ദിവാകരനെ കുറിച്ച് ഞാൻ അറിഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ സ്റ്റോറി ചെയ്യാൻ വന്നത്. അതിപ്പോൾ എനിക്ക് സീറ്റ് തരുവാണെങ്കിൽ എനിക്ക് സീറ്റ് തരികയും വേണം. രാഹുൽ ഗാന്ധിയുടെ എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഒരു അപ്പോയിൻമെൻറ്റ് എനിക്ക് 2010 കിട്ടിയതാണ്. അപ്പോൾ എനിക്ക് സീറ്റ് തരികയും വേണം. അദ്ദേഹം ബാക്കിയുള്ള കാര്യങ്ങൾക്കും AICC ഫണ്ട് തരേണ്ടി വരും. നേതാക്കന്മാരല്ലോടെ കൂടുമ്പം നേതാക്കന്മാരല്ലോടെ ഓരോരോ കാര്യങ്ങൾ, ഒരാൾ പോസ്റ്റർ, ഒരാൾ അഭ്യർത്ഥന ഒക്കെ അടിച്ചു തരുമ്പോഴത്തേക്ക് ഇലക്ഷന് മത്സരിക്കാൻ പറ്റും. പിന്നെ എന്നെ അവിടെ അടൂരിൽ ആർക്കും അങ്ങനെ പരിചയപ്പെടുത്തുകയും വലിയ കോടികളുടെ ഒരു പ്രചരണ ഇതൊന്നും നടത്തണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിനും വിഷമിക്കേണ്ടി വരത്തില്ല. നാട്ടുകാരും സുഹൃത്തുക്കൾ ഒത്തിരി പേര് എന്നെ അങ്ങനെയൊക്കെ സഹായിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശരിക്കും അങ്ങനെ പാർട്ടി അവസരം തന്നാൽ മത്സരിക്കും അല്ലേ? ഉറപ്പായിട്ടും പാർട്ടി ഇത്തവണ എന്നെ കരുതും. പേരുകൾ കേട്ടു. അതെ എന്നെ പേര് കേട്ടോ. അപ്പോൾ തന്നെ ആളുകൾ പറയുന്നു ആള് വളരെ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്, തൊഴിലില്ലാത്തത് കൊണ്ടൊരു വലിയ പ്രശ്നമാണ്, വൈഫിന് വളരെ ഗുരുതരമായ അസുഖത്തിലാണ്, അതിന് പോലും ചികിത്സയ്ക്ക് പണമില്ലാതിരിക്കുന്നു എന്നൊക്കെ പറയുന്നു. ഈ പ്രയാസത്തിന് നടുവിലും ഞാൻ പാർട്ടിയെയോ പാർട്ടി നേതാക്കന്മാരുമായിട്ടുള്ള ബന്ധങ്ങളോ അതൊന്നും ദുർവിനിയോഗം ചെയ്യുകയായിട്ട് അല്ലെ അതൊന്നും ഉപയോഗിച്ച് എൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വഴിവിട്ട വഴികളിലൂടെയുള്ള യാത്ര പോവുകയോ ഒന്നുമേ ചെയ്തിട്ടില്ല. ഞാൻ അതാണ് ചോദിക്കാൻ വന്നത്. ബാബു ദിവാകരൻ ഒന്ന് മനസ്സ് വെച്ചാൽ ഒരു ഫോൺ കോൾ ചെയ്താൽ തീരാവുന്ന പ്രശ്നങ്ങളല്ലേ? തീർച്ചയായിട്ടും ബാബു ദിവാകരൻ ആ ഒരു പഴയ പവറിൽ നിന്നുകൊണ്ട് എനിക്ക് ഇന്നത് വേണമെന്ന് ഒരാളോട് ചോദിച്ചാൽ ഒരാളും പറ്റില്ല എന്ന് അടൂരിൽ പറയില്ലല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് ആരുടെയും മുന്നിൽ ഇതൊന്നും ഈ ഒരു വിഷമം ആരോടും പങ്കുവെക്കാത്തത്? എന്താ ഇത്തരം ദുഃഖങ്ങളാണല്ലോ മനസ്സിൽ നിറച്ചു വെച്ച് നടക്കുന്നത്? അത് എവിടെയോ ഞാൻ വായിച്ചതേ, നമ്മൾ മരിച്ച് നമ്മളെ ഭൂമിദാനം ചെയ്യുമ്പോഴേ കുഴി വെട്ടുന്ന ആളുടെയും കണ്ണ് നിറയണം നമ്മളെ ഓർത്ത് എന്ന് ഞാൻ ഏതോ ഒരു ബുക്കിൽ വായിച്ചതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുഴിവെട്ടുന്ന ആളുടെ കണ്ണ് നിറയണമെങ്കിൽ നമ്മളുടെ പ്രവൃത്തിയും നമ്മളുടെ ചിന്തകളും നമ്മൾ ഇടപെട്ട രീതിയും നമ്മൾ പൊതുജനങ്ങളോട് നിന്ന രീതിയൊക്കെ അത്രയ്ക്കും സത്യസന്ധമായിരുന്നിരിക്കണം, സ്നേഹമായിരുന്നിരിക്കണം, ആത്മാർത്ഥമുള്ളതായിരുന്നിരിക്കണം. അപ്പോൾ ആ ഒരു ചിന്തയാണ് എന്നെ അങ്ങനെ കൊണ്ടുപോകുന്നത്. എന്നോടൊരിക്കലും ഒരാൾ ഫോൺ ചെയ്തപ്പോൾ പറഞ്ഞു അവരുടെ ആ ഒരു മേഖലയിൽ കൃഷിയിടത്തിൽ വിഷം വിതറി ഈ കീടനാശിനി അടിച്ചതുമായി ബന്ധപ്പെട്ട് വളരെ വലിയ അപകടത്തിൽ നിരവധി കുടുംബങ്ങൾ മരണത്തിൻ്റെ വക്കിലെത്തി നിന്നപ്പോൾ ഒരാളും സഹായത്തിനില്ലാതെ നിന്നപ്പോൾ ബാബു ദിവാകരൻ അവിടെ ഓടി അവരെ സഹായിച്ചു. തീർച്ചയായിട്ടും എനിക്ക് ഏറ്റവും വിശ്വസ്തനായ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞതാണ്. ആ സ്ഥലം ഏതാണെന്ന്? പള്ളിക്കൽ ഒരു കൃഷിയിടത്തിൽ. ഒട്ടേറെ ഇപ്പം എനിക്ക് തോന്നുന്നൊരു 4-5 വർഷമാകും തോന്നുന്നത്. എന്നെ ഇങ്ങനെ വിളിച്ചാൽ ഞാൻ എന്തോ ഇങ്ങനെ സംസാരിച്ച പറഞ്ഞു. അവിടെ MLA കളക്ടർ ഒന്നും എത്തിയില്ല. ആരും എത്താതിരുന്നപ്പോൾ അവിടെ എത്തി ആളുകളെല്ലാം രക്ഷപ്പെടുത്തി സുരക്ഷിത കേന്ദ്രത്തിലെത്തിച്ച്. അപ്പോഴും വണ്ടിക്കൂലിക്ക് കയ്യിൽ പൈസ ഇല്ലായിരുന്നല്ലോ. അതെ, തീർച്ചയായിട്ടും പ്രയാസങ്ങൾ അങ്ങനെ പോകുന്നു. എന്തെങ്കിലുമൊക്കെ വഴി ഇതുവരെയൊക്കെ നടത്തിച്ചില്ലേ ദൈവം. ഇടയ്ക്ക് വെളിച്ചെണ്ണ കച്ചവടം തുടങ്ങിയല്ലേ? ഇടയ്ക്ക് ചെയ്യാത്ത പരിപാടികളൊന്നുമില്ല.
അത് ചിലതൊക്കെ അങ്ങ് കാരണം തേങ്ങയ്ക്ക് വില കൂടി, വെളിച്ചെണ്ണയ്ക്ക് വില കൂടി അന്ന്, പക്ഷേ ഇതൊന്നും അറിഞ്ഞിരുന്നില്ലല്ലേ? അപ്പോഴത്തേക്ക് കച്ചവടം നിന്നു. ഇപ്പോൾ വറുപ്പും പരിപ്പും നിർത്തി. അത് ഞാൻ വീട് മാറിയില്ലേ, വീട് മാറി വാടക വീട്ടിൽ അതിനുള്ള ഒരു സ്ഥലം കുറവുണ്ട്. പിന്നെ ഞാനൊന്ന് ഇത്തിരി ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ വന്നു തുടങ്ങി. വൈഫിന് അങ്ങനെ വയ്യാതെ കിടക്കുന്നുണ്ട്. ഈ പോലീസ് മർദ്ദനവുമായി ബന്ധപ്പെട്ട് ചെറിയ മർദ്ദനം അല്ലല്ലോ ഏറ്റിട്ടുണ്ട്. തിരുവനന്തപുരത്തുനിന്നും അടൂർന്നും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തല്ലി കിട്ടിയതിനകത്ത് നമ്മുടെ കേരളത്തിന്റെ മുക്കിലും മൂലയിൽ നിന്നും പാർട്ടി പ്രവർത്തനം നടത്തുന്നതിന്റെ പേര് തല്ലി കിട്ടി, ആവശ്യത്തിന് മേടിച്ചു. അത് രണ്ടടികൾ മറക്കാൻ പറ്റത്തില്ല. ഇപ്പോഴത്തെ DGP രവതാ ചന്ദ്രശേഖരൻ്റെ ചവിട്ടും സെക്രട്ടേറിയറ്റിന് മുന്നിലുള്ള ചവിട്ടും നിയമസഭയുടെ മുന്നിൽ. അതെ, നിയമസഭാ മാർച്ചാണ്. കാരണം ഞാനത് ഇത് റിപ്പോർട്ട് ചെയ്യാൻ അന്നാണ് ഞാൻ ശരിക്കും ബാബു ദിവാകരനെ ശ്രദ്ധിക്കുന്നത്. അതെ. പിന്നൊരു ലോക്കൽ ബോഡി ഇലക്ഷന്, അടൂർ നഗരസഭ ഇലക്ഷന് പ്രശ്നബാധിത ബൂത്തിൽ അതാണ് ഒരു പോലീസ് ജീപ്പിൽ പിടിച്ചിട്ട് വൈറലായിട്ട് പ്രശ്നബാധിത ബൂത്തായിരുന്നു. അപ്പോൾ സ്വാഭാവികമായി അവിടെ എത്തുന്ന പോലീസ് ലോക്കൽ പോലീസ് അല്ലല്ലോ, ക്യാമ്പിലെ പോലീസ് നിന്നു. അവർക്ക് ആ പാവങ്ങൾക്ക് എന്നെ അറിയത്തില്ലല്ലോ, ഞാൻ ചെയർമാനായിരുന്നു. അവരറഞ്ചം പുറഞ്ചം അങ്ങ് ചവിട്ടി. ആ 2 ചവിട്ടുകളും നടുവിന് പ്രശ്നമാണ്. ബാത്റൂമിൽ ഇച്ചിരി കയറിൻ്റെ സഹായമൊക്കെ ഉണ്ടെങ്കിൽ ഇരിക്കാൻ പറ്റുള്ളൂ. ഇനി കർക്കിടക മാസമൊക്കെ ആകുമ്പം അതൊക്കെ ഒന്ന് ഉണർന്നെഴുന്നേറ്റ് വരും. പിന്നെ അങ്ങനെ അങ്ങ് പോവുകയാണ്. ഈ വേദനയും ദുഃഖമൊക്കെ എങ്ങനെയാണ് മനസ്സിൽ ഒതുക്കി വെച്ചിട്ട് ഇങ്ങനെ ആളുകളോട് ചിരിക്കാൻ? അതൊരു വലിയ, എനിക്ക് അങ്ങനൊരു ഇത് ദൈവം തന്നിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ തീരെ പ്രതീക്ഷിക്കാത്ത ചില ഭാഗ്യങ്ങളും ദൈവം നമുക്ക് തന്നല്ലോ. 5 കൊല്ലം മുനിസിപ്പൽ ചെയർമാനായിട്ടിരുന്നു. തീരെ ചെറിയ ഒരു കാര്യമാണോ? അതൊരു കുഞ്ഞു കാര്യം. ചെറിയ പ്രായത്തിൽ കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മുനിസിപ്പൽ ചെയർമാനായിരുന്നു ഞാൻ ആ സമയത്ത്. അതെ, 2000 മുതൽ. അതെ, അന്ന് എൻ്റെ പ്രായം 27-ാമത്തെ വയസ്സാണ്. അപ്പോൾ അതൊക്കെ ഓർക്കും. അങ്ങനെയൊക്കെ ദൈവം തന്നല്ലോ എന്ന് ഓർക്കുമ്പം അതൊക്കെ പോലും കിട്ടാത്ത ഒരു വാർഡ് മെമ്പർ പോലും ആകാത്ത എത്രയോ പേര് പാർട്ടിക്കകത്തുണ്ട്. അത് ഓർക്കുമ്പം എനിക്ക് എൻ്റെ ഈ വിഷമങ്ങളൊക്കെ പോകും. എന്നിരുന്നാലും ഇപ്പോഴും ഇന്നിപ്പോൾ ഏത് നേതാവിനെ എവിടെ വെച്ച് കണ്ടാലും അവർ ബാബു അയ്യോ എന്ത് പറ്റി എന്നുള്ള ഒരു ആശ്വാസവാക്കും ഒരവസരം നിനക്കായി ആരോട് സഹായം ചോദിക്കില്ല അല്ലേ? നിനക്കൊരവസരം വരും എന്നാണ് എല്ലാവരും പറയാറുള്ളത്. ആ അവസരം എനിക്ക് തോന്നുന്നു 2026 അടൂരിൽ ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും നന്മകൾ സംഭവിക്കട്ടെ, മാറ്റങ്ങൾ ഉണ്ടാവട്ടെ. താങ്ക് യു വെരി മച്ച്. നല്ലൊരു ജനപ്രതിനിധിയായിട്ട് വീണ്ടും തുടരാൻ ഞങ്ങൾക്കതൊക്കെ കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാവട്ടെ. താങ്ക് യു.